എല്ലാം ഒടുക്കം വന്നൈക്യമടയും ശാന്തിധാമമാം ദൈവമേ സായുജ്യം പരേതാത്മാവിനെ ഗണേ നീ അയക്കുന്നു നിർത്തുന്നു നീ വിളിക്കുന്നു ദേഹിയെ നിന്റെ ഇച്ഛയ്ക്ക് കീഴ്പ്പെട്ട് ഞങ്ങൾ വാഴുന്ന ദൈവമേ നിന്റെ നാമം മഹാമന്ത്രം നിന്റെ ധ്യാനം മഹാക്രിയ നീതാൻ പുരോഹിതൻ ദേവോ സർവകർമ്മൈക സാക്ഷിണി എല്ലാമൊടുക്കം വന്നൈക്യമടയും. മണ്ണിലേക്ക് മടങ്ങുകയാണ്. ചടങ്ങുകൾ പുരോഗമിക്കുന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് ശ്രീനിവാസന് നാട് യാത്രാമൊഴിയേക്കുന്നത്. ലേബി സജീന്ദ്രനുണ്ട്. ലേബി ഇപ്പോൾ പ്രാർത്ഥനകൾ മുഴങ്ങുകയാണ്. ആ സമയത്തിലേക്ക് എത്തുന്നു. നേരത്തെ പറഞ്ഞതിൽ നിന്നും സമയം നീളുകയാണ്. അവസാനം നോക്ക് കാണാൻ വീണ്ടും ആളുകളുടെ ഒഴുക്ക് തന്നെയായിരുന്നു. ഇപ്പോഴും ആ ഒഴുക്ക് അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ പ്രാർത്ഥന നിർഭരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ചടങ്ങുകൾ തുടങ്ങാനിരിക്കുന്നു. ലേബി, എന്താണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത്? ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് സ്മൃതി. ഒട്ടും വൈകാതെ ആ ഭൗതികദേഹം പുറത്തേക്ക് എത്തിക്കും. ഈ ചിത ഇവിടെ തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. ഇവിടെ ചുറ്റും കൂടി നിൽക്കുന്നവരൊക്കെ ഞാൻ ഓർക്കുകയായിരുന്നു സ്മൃതി. സാധാരണ സിനിമാക്കാരുടെ സംസ്കാര ചടങ്ങുകളിലൊക്കെ നമ്മൾ എത്രയോ തവണ അത് പങ്കെടുത്തിരിക്കുന്നു, അത് ചിത്രീകരിച്ചിരിക്കുന്നു. പക്ഷേ അവിടെ ഒന്നും കാണാത്തൊരു കാഴ്ച. സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തുള്ളവരൊക്കെ ഇന്നലെയും ഇന്നുമായി ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇന്നലെ ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചവരുടെ നീണ്ട നിരയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് ഈ വീട്ടിൽ കാണാനാകുന്നത് പ്രധാനപ്പെട്ട ആളുകൾക്കൊപ്പം തന്നെ ഈ സാധാരണക്കാരായ നാട്ടുകാരെല്ലാവരും ഇങ്ങനെ ഒഴുകി ഈ വീട്ടിലേക്ക് പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ്റെ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ, അവസാനമായി ഒന്നുകൂടി കാണാൻ, ഒന്നുകൂടി വിട ചൊല്ലുവാൻ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ മുതൽ നമ്മളിവിടെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. വളരെ സാധാരണക്കാരായ ആളുകൾ വന്ന് ഇവിടെ അങ്ങ് നിൽക്കുകയാണ്. അവസാന നിമിഷത്തിനും ഒന്നുകൂടി സാക്ഷ്യം വഹിച്ച അവസാന ഒരു കാഴ്ചയ്ക്ക് കൂടെ ആ ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് കളയണ്ട എന്ന് വിചാരിച്ച് ഇങ്ങോട്ടെത്തുന്നവരാണ് അധികവും. സിനിമാ മേഖലയിൽ അദ്ദേഹത്തോടൊപ്പം പല കാലഘട്ടങ്ങളിലായി പ്രവർത്തിച്ചവരൊക്കെ ഇന്നും ഇങ്ങോട്ട് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. രാവിലെ നമ്മൾ കണ്ടതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകരെത്തുന്നത്. സൂര്യ അടക്കമുള്ളവരൊക്കെ വന്ന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടതാണ്. ഈ ഒരു നിമിഷം ഇവിടെ എത്താതിരിക്കാൻ തനിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഓടി വന്നത് എന്ന്. സിനിമാ പ്രവർത്തനത്തിന് ഒപ്പം അദ്ദേഹം നടത്തി വന്നതിൽ നിന്ന് പതിറ്റാണ്ടുകളായി അദ്ദേഹം സാമൂഹിക വിഷയങ്ങളോട് ഇത്തരത്തിൽ കലഹിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവർത്തനം നടത്തിയിരുന്നത്. സിനിമയുടെ സമസ്ത മേഖലയിലും കൈവച്ച് അവിടെ വിജയം കൊയ്യുന്ന സമയത്തെല്ലാം അദ്ദേഹം ഒരു സാമൂഹിക പ്രതിബദ്ധത കൊണ്ടുകൂടിയാണ് അടയാളപ്പെട്ട് കിടന്നത്. ആ ഒരു ഹൃദയവായ്പ ഈ നാടിന് മുഴുവൻ, മലയാളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തോടുണ്ട്. ഇന്നലെ രാവിലെ മുതൽ നമ്മൾ ആ കാഴ്ച കാണുന്നതാണ്. ഇന്നലെ രാവിലെ 8 മണിയോടെയാണ് ഇവിടെ നിന്ന് ഡയാലിസിസിനായി അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിയിൽ വെച്ച് അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ മോശമാവുകയും അന്ത്യം സംഭവിക്കുകയും ചെയ്തതിന് ശേഷം ആ വാർത്ത അറിഞ്ഞുകൊണ്ട് ഈ നാട് ഒന്നാകെ ഇങ്ങോട്ട് കണ്ടനാട്ടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. മലയാളി ആഹാരം കഴിക്കണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളൊക്കെ കനിയണമെന്ന് വിചാരിച്ചിരുന്ന കാലത്താണ് അദ്ദേഹം ഈ കണ്ടനാട് വന്നങ്ങ് താമസിക്കുന്നത്. ഇവിടെ അദ്ദേഹം അപ്രഖ്യാപിത ബ്രാൻഡ് അംബാസഡറായി അങ്ങ് മാറുകയായിരുന്നു. പിന്നീട് അദ്ദേഹം ഇപ്പോഴും ഈ ചിത ഒരുക്കിയിരിക്കുന്നത് നോക്കുക സ്മൃതി. അദ്ദേഹം തന്നെ നട്ടുപിടിപ്പിച്ച, അദ്ദേഹം തന്നെ വളർത്തി വലുതാക്കിയ മരങ്ങൾക്കിടയിലാണ് ഇവിടെ ചിതയൊരുക്കിയിരിക്കുന്നത്. 2005 ഈ ജൈവ കൃഷിക്ക് അദ്ദേഹം ഇറങ്ങിയ കാലത്താണ് ഈ നാട്ടുകാരുമായി അദ്ദേഹം ഇത്രയധികം ഇടപഴകുന്നത്. സിനിമാ നടൻ എന്നതിലുപരി ഒരു സാധാരണ മനുഷ്യൻ, കൃഷിയിൽ ഞങ്ങളുടെ ഒരു ഉപദേഷ്ടാവ് എന്ന രൂപത്തിലൊക്കെ അദ്ദേഹത്തെ കണ്ട സമീപവാസികളുടെ പ്രതികരണങ്ങൾ കൂടി നമ്മൾ കാണുകയാണ്. മണ്ണിനോടും മനുഷ്യനോടും ഒരുപോലെ ചേർന്ന് നിന്ന മനുഷ്യൻ എന്നുകൂടി ശ്രീനിവാസനെ വിശേഷിപ്പിക്കേണ്ടി വരും.